ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡേറ്റ മൈനിങ്ങിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കാൻ പോവുകയാണ്. 5 മോഡ്യൂളാണുള്ളത്. അതിൽ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളിന്ന് പഠിച്ചു തുടങ്ങുന്നത്. മോഡ്യൂളിൻ്റെ സിലബസ് ഇങ്ങനെയാണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ മൈനിങ്, ഡേറ്റ വെയർ ഹൗസ്, ട്രാൻസാക്ഷണൽ ഡേറ്റാ ബേസസ്, ഇത്രയുമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഡേറ്റ മൈനിങ് എന്താണെന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഡേറ്റ മൈനിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഡേറ്റ മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവറിങ് പാറ്റേൺസ്, നോളജ് ആൻഡ് ഇൻസൈറ്റ്സ് ഫ്രം ലാർജ് ഡേറ്റാ സെറ്റ്സ് യൂസിങ് അൽഗരിതംസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. അതായത് വലിയ ഡേറ്റാ സെറ്റിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഫോർ ഡിസ്കവറിങ് ദാറ്റ് പാറ്റേൺസ്, നോളജ് ആൻഡ് ഇൻസൈറ്റ്സ് വി മൈറ്റ് ബി യൂസിങ് സം അൽഗരിതംസ് ഓർ എനി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. എന്തെങ്കിലും അൽഗരിതംസോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ പാറ്റേൺസും നോളജും ഇൻസൈറ്റ്സും ഒക്കെ ആ ലാർജ് ഡേറ്റാ സെറ്റിൽ നിന്നും നേടിയെടുക്കുന്നത്. സോ നമ്മുടെ എയിം അല്ലെങ്കിൽ പേർപ്പസ് ഓഫ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്, വി മൈറ്റ് ബി ഹാവിങ് സം റോ ഡേറ്റ, വളരെ റോ ആയിട്ടുള്ള, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ, ഓരോ കസ്റ്റമറും ഓരോ രീതിയിലായിരിക്കും റിവ്യൂ ഇടുന്നത്. ആ റിവ്യൂ എന്ന് പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റോ ഡേറ്റ. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഇന്ന പ്രൊഡക്റ്റ് കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ ഇന്ന പ്രശ്നം കാരണം കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറവാണ് എന്നൊക്കെ ഒരു നോളജ് അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഇൻസൈറ്റ്സ് നേടിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഫ്രോഡ്സ് ഡിറ്റക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൊമേഴ്സിൽ കസ്റ്റമറിൻ്റെ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യുക. ഈ ഒരു മാസത്തേക്ക് കസ്റ്റമേഴ്സ് വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇതാണ് എന്ന് ഒരു പ്രഡിക്ഷൻ നടത്തുക മുതലായ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന ഡൊമൈൻ ഉപയോഗിക്കുന്നത്. സോ ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് KDD എന്ന് പറഞ്ഞാൽ നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റാബേസസ് എന്നാണ്. ഡേറ്റാബേസിൽ നിന്ന് നോളജ് ഡിസ്കവറി, എങ്ങനെയാണ് നോളജ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനെയാണ് KDD എന്ന് പറയുന്നത്. സോ ഡേറ്റ മൈനിങ് ഈസ് എ ക്രൂഷ്യൽ സ്റ്റേജ് ഇൻ KDDയിലെ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. സോ മേജറായിട്ട് KDDയിലുള്ള സ്റ്റേജസ് ഏതൊക്കെയാണ്? ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ, ഡേറ്റ സെലക്ഷൻ, ഡേറ്റ മൈനിങ്, പാറ്റേൺ ഇവാലുവേഷൻ ആൻഡ് നോളജ് പ്രസൻറ്റേഷൻ. ഈ ഓരോ സ്റ്റേജസും എന്താണെന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് വൺ, ഡേറ്റ ക്ലീനിങ്. ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ ഡേറ്റയെ, അതിലുള്ള എന്തെങ്കിലുമൊക്കെ ഇർറിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ എറേർഡ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞ്, ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞ്, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ മിസ്സിംഗ് വാല്യൂസിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് വാല്യൂസൊക്കെ കൊടുത്ത് കറക്റ്റാക്കി ക്ലീനാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണിത് ഡേറ്റ ക്ലീനിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓഫണായിട്ട് ഈ റോ ഡേറ്റയിൽ നോയ്സ്, അതായത് നോയ്സ് എന്ന് പറഞ്ഞാൽ ഇർറിലവൻ്റ് അല്ലെങ്കിൽ എറണിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിസ്സിംഗ് വാല്യൂസ്, ചില കസ്റ്റമേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ, കമൻറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ കമൻറ്റ് കൊടുക്കില്ല, ചുമ്മാ ഡോട്ടിട്ട് വയ്ക്കുന്ന കേസുകളുണ്ട്. അപ്പം ഇറലവൻ്റ് ആയിട്ടുള്ള അതുപോലത്തെ ഡേറ്റാസും നോയ്സസും മിസ്സിംഗ് വാല്യൂസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ, റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ്, ഫില്ലിംഗ് ഇൻ മിസ്സിംഗ് വാല്യൂസ് ഓർ കറക്റ്റിംഗ് ടൈപ്പോസ് ഇൻ കസ്റ്റമർ നെയിംസ് ഓർ ട്രാൻസാക്ഷൻസ്. ഇതൊക്കെയാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റഡ്, ഒരു കസ്റ്റമർ കയറി മൾട്ടിപ്പിൾ ടൈംസ് ഒരേ ഫീഡ്ബാക്ക് കൊടുക്കുന്നെങ്കിൽ വി ഡു നോട്ട് വാണ്ട് ദാറ്റ് മൾട്ടിപ്പിൾ ടൈം റെക്കോർഡ്സ്. ഒരു പ്രാവശ്യം ഒരു കസ്റ്റമറിൻ്റെ ഒരേപോലെയുള്ള ഒരു തവണയുള്ള റെക്കോർഡ് നമുക്ക് മതിയാകും, മറ്റുള്ളതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയുള്ള ഇർറിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്സിംഗ്
വാല്യൂസ് ഉള്ള ഡേറ്റയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ. ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർപ്പസ്, ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുകയാണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തുകയാണ് നമ്മുടെ ആപ്ലിക്കേഷനെങ്കിൽ നമ്മൾ ഡേറ്റ എടുക്കുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഡേറ്റാബേസും എടുക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെയും ഡേറ്റാബേസ് എടുക്കും. അപ്പം നമ്മുടെ ഡേറ്റ എന്ന് പറയുന്ന ഒരു സിംഗിൾ സോഴ്സിൽ നിന്നല്ല, പല സോഴ്സിൽ നിന്നായിരിക്കും നമ്മുടെ ഡേറ്റ. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമർ റിവ്യൂസ് നമുക്ക് എടുക്കേണ്ടി വരും. കസ്റ്റമർ റിവ്യൂസ് എവിടെയായിരിക്കും, അവരുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ കാണും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസിൽ കിടക്കുന്ന ഡേറ്റയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരൊറ്റ യൂണിഫൈഡ് ഫോമാറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ഡേറ്റ സെറ്റാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡേറ്റ ഓഫൺ കംസ് ഫ്രം വേരിയസ് സിസ്റ്റംസ്. പല സിസ്റ്റംസിൽ നിന്നായിരിക്കും നമുക്കൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഡേറ്റ കിട്ടുക. എക്സാമ്പിൾ CRM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, സെയിൽസ് ഡേറ്റാബേസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇവയെല്ലാം കൂടെ ഇവയിൽ നിന്നെല്ലാമുള്ള ഡേറ്റ നമുക്ക് വേണ്ടി വരും ഒരു ആപ്ലിക്കേഷൻ. ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ദം എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി. അവയെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആകും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് തന്നെയാണ്. മാർക്കറ്റിംഗ് ഡേറ്റാബേസ്, കൊമേഴ്സ് പ്ലാറ്റ്ഫോമും നോക്കി ഒരു കസ്റ്റമറിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നത് ഒരു ഡേറ്റ ഇൻ്റഗ്രേഷൻ അവിടെ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ്, ഡേറ്റ ക്ലീനിങ് കഴിഞ്ഞ് ഡേറ്റ ഇൻ്റഗ്രേഷൻ. ഇനി അടുത്തത് ഡേറ്റ സെലക്ഷനാണ്. ഡേറ്റ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട്, നമ്മുടെ ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള മാത്രം ഡേറ്റയെ നമ്മൾ സെലക്ട് ചെയ്യുന്ന, സെലക്ടിങ് റിലവൻറ്റ് ഡേറ്റ ദാറ്റ് ഈസ് അലൈൻഡ് വിത്ത് ദ ഗോൾ ഓർ പ്രോബ്ലം ബീങ് അനലൈസ്ഡ്. നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ഗോളിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മാത്രമായിട്ടുള്ള റെലവൻറ്റ് ഡേറ്റ എടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ സെലക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ഡേറ്റയും നമുക്ക് റെലവൻ്റ് ആകണമെന്നില്ല. നമുക്ക് ആ ഡേറ്റയിൽ നിന്ന് ചില പർട്ടിക്കുലർ ഫീച്ചേഴ്സ് മാത്രം നമുക്ക് എടുത്താൽ മതിയാകും. നിങ്ങളിപ്പോൾ മെഷീൻ ലേണിംഗ് പ്രൊജക്ട്സ് ചെയ്തവർക്കറിയാം, വലിയ ഡേറ്റാ സെറ്റിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് 1-2 കോളംസ് അല്ലെങ്കിൽ 2-3-4 കോളംസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ അനാലിസിസ് നിങ്ങൾക്ക് നടത്താം. സോ അങ്ങനെ ഡേറ്റയുടെ സെലക്ഷൻ നടത്തുന്നതിനെയാണ് ഡേറ്റ സെലക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇഫ് യു ആർ അനലൈസിങ് കസ്റ്റമർ പർച്ചേസിങ് പാറ്റേൺസ് യു മൈറ്റ് ഓൺലി സെലക്ട് അബൌട്ട് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ കസ്റ്റമറിൻ്റെ പർച്ചേസിങ് പാറ്റേൺസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾ ആ ട്രാൻസാക്ഷൻസ് മാത്രം, ആ ഒരു കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് ട്രാൻസാക്ഷൻസിൻ്റെ മാത്രം ഡേറ്റ എടുത്താൽ മതിയാകും. ഓക്കെ, ഓപ്പറേഷണൽ സിസ്റ്റം ലോഗ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതിനെയാണ് ഡേറ്റ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ദ മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ്, അവർ കോർ സ്റ്റെപ്പ്, എന്താണ്, ഡേറ്റ മൈനിങ്. സോ the core step where algorithms and techniques were applied to identify patterns, correlations and trends within the data. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ തമ്മിലുള്ള കോറിലേഷൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ഡേറ്റയുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുക. ഇതിനൊക്കെ വേണ്ടി കുറച്ച് അൽഗോരിതവും ടെക്നിക്സും എല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റേജിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? നമുക്ക് വെറുതെ ആ ഡേറ്റ ഇരുന്നാൽ വി മൈറ്റ് നോട്ട് ബി ഗെറ്റിംഗ് എനി ഇൻസൈറ്റ്സ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ആ ഒരു ഡേറ്റ അനലൈസ് ചെയ്ത് കുറച്ച് ആക്ഷനബിൾ ഇൻസൈറ്റ്സ് ഉണ്ടാക്കിയെടുത്താൽ ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ സം പ്രോബ്ലം സോൾവിങ് ഏരിയാസ്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ പർച്ചേസിങ് പാറ്റേൺ നമുക്ക് ആ ഒരു ഷോപ്പ് ഓണർക്ക് മനസ്സിലാക്കിയ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അയാൾക്ക് ഷോപ്പിൽ വാങ്ങി വെക്കാൻ പറ്റും. ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ഡേറ്റ മൈനിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്.
ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്ലൈങ് എ ക്ലസ്റ്ററിങ് അൽഗോരിതം ടു ഗ്രൂപ്പ് കസ്റ്റമേഴ്സ് ഇൻ ടു സെഗ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ പർച്ചേസിങ് ഹാബിറ്റ്സ്. കുറേ കസ്റ്റമേഴ്സിനെ ക്ലസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ആപ്ലിക്കേഷൻ. അതായത് കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് ഹാബിറ്റ്സ് നോക്കിയിട്ട് ഇത്രയും കസ്റ്റമേഴ്സ് ഈ ഒരു പർച്ചേസിങ് ഹാബിറ്റ് ഉള്ളവരാണ്. ഇനി മറ്റു കുറച്ച് കസ്റ്റമേഴ്സിനെ അതായത് ഇന്ന ഏജ് ഗ്രൂപ്പിൽ ഒരു 40-നും 50-നും ഇടയിൽ പ്രായമുള്ള കസ്റ്റമേഴ്സിൽ ഈ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാനാണ് ദേ ആർ മോസ്റ്റ് ട്രെൻഡ്. ട്രെൻഡ് അവരുടെ ട്രെൻഡ് അങ്ങനെയാണ്. ഇനി ഒരു 20-30 വയസ്സുള്ളതാണെങ്കിൽ ദേ മൈറ്റ് ബി പർച്ചേസിങ് സം കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ മേക്കപ്പിന് വേണ്ട കാര്യങ്ങൾ. ഇനി സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെ ഒരു കമ്പാരിസൺ, അങ്ങനെ ഒരു ക്ലസ്റ്ററിങ് ആണ് നടത്തുന്നതെങ്കിൽ സ്ത്രീകൾ വാങ്ങിക്കുന്നത് എന്തൊക്കെ ഐറ്റംസാണ്, പുരുഷന്മാർ വാങ്ങിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ എന്തൊക്കെ സാധനങ്ങളാണ്, ഇതുപോലുള്ള അനാലിസിസിനൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഡേറ്റ മൈനിങ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റാണ് പാറ്റേൺ ഇവാലുവേഷൻ. പാറ്റേൺ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് വാലിഡേറ്റിംഗ് ദ പാറ്റേൺസ് ഫൗണ്ട് ഇൻ ദ ഡേറ്റ മൈനിങ് സ്റ്റെപ്പ് ടു എൻഷുർ ദേ ആർ മീനിങ് ആൻഡ് യൂസ്ഫുൾ. അതായത് നമ്മൾ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലസ്റ്റേഴ്സിനെ എത്ര പർച്ചേസിങ് ഹാബിറ്റ്സിനുള്ള 5 ക്ലസ്റ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം അങ്ങനെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അതിൽ നിന്ന് നമുക്ക് ഒരു പാറ്റേണിൽ നിന്ന് മീനിങ് ഇൻസൈറ്റ്ഫുള്ളും ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാറ്റേൺ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ പറയുന്ന പോലെ കുറേ ക്ലസ്റ്റേഴ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വെച്ചാലും ചില ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില പാറ്റേൺ ഗ്രൂപ്പ്, അതായത് ചില കസ്റ്റമർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. അതിനെയൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ പാറ്റേൺ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവാലുവേറ്റിംഗ് ഇഫ് എ ഡിസ്കവേർഡ് അസോസിയേഷൻ റോൾ കസ്റ്റമേഴ്സ് ഹു ബൈ മിൽക്ക് ഓൾസോ ബൈ ബ്രെഡ് ഹാസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓർ ഈസ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. അതായത് മിൽക്ക് വാങ്ങിക്കുന്നവരെല്ലാവരും ബ്രെഡും വാങ്ങിക്കും എന്നുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാറ്റേൺ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നോളജ് നമുക്കിപ്പം കിട്ടിയ ഡേറ്റ മൈനിങ്ങും പാറ്റേൺ ഇവാലുവേഷനും എല്ലാം കഴിഞ്ഞ് കിട്ടിയ ഈ നോളജിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. ആരുടെ മുന്നിൽ? ഈ പറയുന്ന പോലെ ഷോപ്പ് ഓണേഴ്സിനോ അല്ലെങ്കിൽ അനലിസ്റ്റിൻ്റെ മുന്നിലോ ഇതെല്ലാം ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ്, മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് നോളജ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രസൻറ്റിങ് ദ ഫൈൻഡിങ്സ് ഇൻ എ വേ ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ആക്ഷണബിൾ ഫോർ ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ എടുക്കേണ്ടവർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവിങ് ആവശ്യമുള്ളവർക്ക് ഒരു ഫൈൻഡിങ്സിനെ പ്രസൻറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റിൽ ആക്ഷണബിൾ ഫോമാറ്റിൽ കൊടുക്കുന്നതിനെയാണ് നോളജ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. Why knowledge presentation is important എന്ന് വെച്ചാൽ it gives a clear and effective communication, ensures the insights are usable for strategic decision making. അതിന് അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ അവർക്കത് യൂസ്ഫുൾ ആകുകയുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിയേറ്റിംഗ് വിഷ്വലൈസേഷൻസ് ലൈക്ക് ചാർട്ട്സ്, ഡാഷ്ബോർഡ്സ് ഓർ റിപ്പോർട്ട്സ് ടു ഷോ ട്രെൻഡ്സ് ഇൻ കസ്റ്റമർ പർച്ചേസ് ഓവർ ടൈം. അതായത് ഡിസിഷൻ മേക്കേഴ്സിന് ചിലപ്പോൾ ചാർട്ട് രൂപത്തിൽ അല്ലെങ്കിൽ ഡാഷ്ബോർഡായിട്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോളജ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ഡേറ്റ മൈനിങ് ഫിറ്റ്സ് ഇൻ എന്നുള്ളതാണ് അടുത്ത. ഡേറ്റ മൈനിങ് ഈസ് ദ സെൻറ്റർ പീസ് ഓഫ് ദ KDD പ്രോസസ്. ദാറ്റ് ഈസ് ഇറ്റ്സ് the step where patterns and insights are extracted using various techniques.
എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ് ഓർ അസോസിയേഷൻ റൂൾ മൈനിങ്. അതായത് KDDയിൽ ഡേറ്റ മൈനിങ് എങ്ങനെയാണ് ഫിറ്റ് ആകുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, KDDയുടെ നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റാ ബേസിലെ ക്രൂഷ്യൽ ആൻഡ് കോർ സ്റ്റെപ്പാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ KDDയിൽ ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉള്ളത് കൊണ്ടാണ് പാറ്റേൺസും ഇൻസൈറ്റ്സും എല്ലാം എക്സ്ട്രാക്റ്റ് ചെയ്ത് ഈ ഡിസിഷൻ മേക്കേഴ്സിന് കിട്ടുന്നത്. ഈ വേരിയസ് ടെക്നിക്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, അസോസിയേഷൻ റൂൾ മൈനിങ് മുതലായ ടെക്നിക്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ്, ഡേറ്റ മൈനിങ് മാത്രമായിട്ട് ഒരു സിംഗിൾ സ്റ്റേജ് ആയിട്ടും ചെയ്യാൻ കഴിയില്ല. അതിന് പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ, അതുപോലെ അതിന് ശേഷമുള്ള ഇവാലുവേഷൻ, ഡേറ്റ പ്രസൻറ്റേഷൻ എല്ലാം ഒരുപോലെ അതിൻ്റേതായ സ്റ്റേജസിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റ മൈനിങ്ങിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. വിത്തൗട്ട് ദ സറൗണ്ടിങ് സ്റ്റെപ്സ് ദ റിസൾട്ട്സ് ഓഫ് ഡേറ്റ മൈനിങ് മൈറ്റ് ബി ഇൻകംപ്ലീറ്റ്, ഇനാക്കുറേറ്റ് ഓർ ഡിഫിക്കൽട്ട് ടു ഇൻ്റർപ്രറ്റ്. അങ്ങനെ അല്ല എങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ആ നോളജ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനാക്കുറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ KDD പ്രോസസ് എൻഷുവേഴ്സ് ദാറ്റ് ഡേറ്റ മൈനിങ് ഓപ്പറേറ്റ്സ് വിത്തിൻ എ വെൽ ഡിഫൈൻഡ് ഫ്രെയിംവർക്ക്, ട്രാൻസ്ഫോമിംഗ് റോ ഡേറ്റ ഇൻ ടു ആക്ഷനബിൾ നോളജ് ത്രൂ എ സീരീസ് ഓഫ് സ്ട്രക്ചേർഡ് സ്റ്റെപ്സ്. അപ്പം KDDയിൽ ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു വെൽ ഡിഫൈൻഡ് ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് റോ ഡേറ്റയെ ആക്ഷനബിൾ നോളജിലേക്ക് കൊണ്ടുവരുത്തിക്കുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റോ ഡേറ്റ ആൻഡ് ഇൻസൈറ്റ്സ് ദാറ്റ് ഡ്രൈവ് ഡിസിഷൻസ്. ഇതൊരു ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് എന്താണ്? റോ ഡേറ്റയിൽ നിന്ന് ഡിസിഷൻ മേക്കേഴ്സിന് കിട്ടുന്ന ഇൻസൈറ്റ്സിനിടയിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ മൈനിങ്? എന്താണ് ഡേറ്റ മൈനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, റിലവൻസ് എന്താണ്? സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്, എനേബിൾസ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. ഡേറ്റയിൽ നിന്ന് ഡിസിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്. അടുത്തത് ഓട്ടോമേറ്റ്സ് പാറ്റേൺ ഡിസ്കവറി ഇൻ ബിഗ് ഡേറ്റ. ഒരു വലിയ ഡേറ്റയിൽ നിന്ന്, ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ എന്നാണ്. ആ ഡേറ്റയിൽ നിന്ന് പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒരു പാറ്റേൺ അതിൽ നിന്ന് നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പാറ്റേണിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയും ഏതുപയോഗിക്കും? ഡേറ്റ മൈനിങ് ടെക്നിക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ സ്ട്രെങ്ത്സ് ആൻഡ് റിലേഷൻഷിപ്സ് ദാറ്റ് ആർ നോട്ട് അപ്പാരൻറ്റ് മാനുവലി. ആ ഡേറ്റയിൽ നിന്ന് വളരെ മാനുവലി നമുക്ക് നോക്കിയാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പും ട്രെൻഡും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതും ഡേറ്റ മൈനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് എവിടേക്കാണ്? ഇപ്പം ഏത് ഒരു ഫീൽഡ് എടുത്താലും ഡേറ്റ മൈനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെൽത്ത് കെയർ ആണെങ്കിലും, ഫിനാൻസ് ആണെങ്കിലും, റീറ്റെയിൽ, മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ആൻഡ് സൈബർ സെക്യൂരിറ്റി, എവരിവെയർ വി ആർ യൂസിങ് ഡേറ്റ മൈനിങ് ടെക്നിക്സ്. ഇനി ഡേറ്റ മൈനിങ്ങിൻ്റെ കീ ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അൽഗരിതംസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുമെന്ന്. അതിന് ഡേറ്റ മൈനിങ്ങിൽ ഉപയോഗിക്കുന്ന മേജറായിട്ടുള്ള 5 ടെക്നിക്സാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തത് ക്ലസ്റ്ററിങ്, മൂന്നാമത്തെ അസോസിയേഷൻ റോൾ മൈനിങ്, നാലാമത്തത് പ്രഡിക്ഷൻ ആൻഡ് അഞ്ചാമത്തത് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അസൈനിങ് ഡേറ്റ ടു പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ്. അതായത് ഡേറ്റയെ നേരത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് കുറേ ഡേറ്റയുണ്ട്, അതിന് 1, 2, 3 എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ. ഇമെയിൽസിൻ്റെ സ്പാം ഡിറ്റക്ഷൻ, ഒരു ഇമെയിൽ വന്നാൽ അത് സ്പാം ആണോ അല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരെണ്ണം. അത് ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഡേറ്റ മൈനിങ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തത് ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഡേറ്റയെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പർച്ചേസിങ് ഹാബിറ്റ്സ് നോക്കി കസ്റ്റമേഴ്സ്
ഡേറ്റാസിന് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ക്ലസ്റ്ററിങ് ടെക്നിക്. ഇനി മൂന്നാമത്തത് അസോസിയേഷൻ റൂൾ മൈനിങ്. അതായത് ഡേറ്റ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഫൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസോസിയേഷൻ റൂൾ മൈനിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് കസ്റ്റമർ ബൈസ് ബ്രെഡ് ദേ ആർ ലൈക്ലി ടു ബൈ ബട്ടർ. ഓക്കെ, അങ്ങനെ ഒരു ഇപ്പം ബ്രെഡ് വാങ്ങിക്കുകയാണെങ്കിൽ ദേ മൈറ്റ് ലൈക്ക് ടു ബൈ എന്ത്, ബട്ടർ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആ ഡേറ്റയിലുണ്ട് എന്ന് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ടെക്നിക്ക് എന്ന് പറയുന്നത്, അസോസിയേഷൻ റൂൾ മൈനിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത മേജറായിട്ടുള്ള ഒരു ടെക്നിക്കാണ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പാറ്റേൺസ് നോക്കിയിട്ട്, ആ ഡേറ്റയിലുള്ള പാറ്റേൺസ് നോക്കിയിട്ട് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഇനി ഫ്യൂച്ചറിൽ എന്ത് വരും, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രഡിക്ഷൻ. എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഔട്ട്കംസ് ബേസ്ഡ് ഓൺ പാറ്റേൺസ്. ഇപ്പോഴത്തെ കറണ്ട് പാറ്റേൺ നോക്കിയിട്ട് ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന്, ഫ്യൂച്ചർ ഔട്ട്കംസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രഡിക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞ പ്രെഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ എക്സാമ്പിൾ. ഇനി അഞ്ചാമത്തത് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. അതായത് നോർമലി സംഭവിക്കുന്നത് എന്താണ്, അതിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ചാൽ അത് ഒരു അനോമലിയാണ്. ഓക്കെ, നോർമലി ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ അല്ലാതെ വന്നാൽ അതൊരു അനോമലിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ നോർമൽ ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ്, അതിനിടയിൽ എന്തെങ്കിലും ഒരു ബൈപ്പാസ് വന്നാൽ അവിടെ എന്തോ ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഒരു ഔട്ട്ലെയർ ഡിറ്റക്ഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇത്രയും 5 കീ ടെക്നിക്സാണ് ഡേറ്റ മൈനിങ്ങിലുള്ള. ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, അസോസിയേഷൻ റൂൾ മൈനിങ്, പ്രഡിക്ഷൻ ആൻഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡേറ്റ വെയർഹൗസ്. നിങ്ങൾ ഡേറ്റ മൈനിങ് പഠിക്കുമ്പോൾ ഇനി എപ്പോഴും കേൾക്കാൻ പോകുന്ന ഒരു കീവേഡാണ് ഡേറ്റ വെയർഹൗസ്. ഡേറ്റ വെയർഹൗസ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഡേറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ വെയർ വി ആർ സ്റ്റോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി ഫോർ സ്റ്റോറിങ് ആൻഡ് മാനേജിങ് ലാർജ് വോളിയംസ് ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. ഓക്കെ, മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന് സ്ട്രക്ചേർഡും ഹിസ്റ്റോറിക്കൽ, ഇപ്പോഴത്തെ ഡേറ്റ മാത്രമല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡേറ്റയും വളരെ വലിയ വോളിയം ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡേറ്റയെ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് സ്റ്റോർ ചെയ്ത് മാനേജ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ വെയർ ഹൗസിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും, ടൈം വേരിയൻ്റ് ആയിരിക്കും, നോൺ വോളറ്റൈൽ ആയിരിക്കും. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡേറ്റ പോകത്തില്ല, നോൺ വോളറ്റൈൽ ആയിരിക്കും, സ്റ്റോർ ചെയ്താൽ അതുപോലെ കിടക്കുന്ന ഡേറ്റ. ഓക്കെ, ഇനി പർപ്പസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്സ് ഡിസിഷൻ മേക്കിംഗ് ത്രൂ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയാണ്? ഡേറ്റ മൈനിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റ വെയർ ഹൗസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇറ്റ് സപ്പോർട്ട്സ് ഡിസിഷൻ മേക്കിംഗ് ത്രൂ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ഡേറ്റ വെയർ ഹൗസ് ആണ്. ഡേറ്റ വെയർ ഹൗസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ തന്നെ സോഴ്സ് ഡേറ്റയാണ്. സോഴ്സ് ഡേറ്റ. ഓക്കെ, അപ്പോൾ സോഴ്സ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമ്മുടെ റോ ഡേറ്റ, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഴ്സ് ഡേറ്റ എന്ന് പറയുന്നത്. സോഴ്സ് ഡേറ്റ റെഫേഴ്സ് ടു ദ റോ ഡേറ്റ ദാറ്റ് ഫീഡ്സ് ഇൻ ടു ദ ഡേറ്റ വെയർ ഹൗസ്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആൻഡ് സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ ബിൽഡിംഗ് എ
കോംപ്രിഹെൻസീവ് ഡേറ്റ വെയർഹൗസ്. ഈ ഡേറ്റ എന്ന് ഈ റോ ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഒറിജിനേറ്റഡ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഡേറ്റ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു കടയുടെ പർച്ചേസിങ് ആണെങ്കിൽ അവരുടെ ERPന്ന് കിട്ടുന്ന ഡേറ്റ ഇൻറ്റേർണൽ ഡേറ്റ, കസ്റ്റമറിൻ്റെ റിവ്യൂ ഫ്രം എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു എക്സ്റ്റേർണൽ ഡേറ്റ ആയിരിക്കും. അങ്ങനെ ഇൻറ്റേർണൽ ബോത്ത് എക്സ്റ്റേർണൽ എല്ലായിടത്തു നിന്നും കൂടെ എടുക്കുന്ന ഡേറ്റ, റോ ഡേറ്റ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഴ്സ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഈ സോഴ്സ് ഡേറ്റ ക്യാൻ ബി ഓഫ് 3 types: ഓപ്പറേഷണൽ ഡേറ്റാബേസസ്, എക്സ്റ്റേർണൽ ഡേറ്റ ആൻഡ് ട്രാൻസാക്ഷണൽ സിസ്റ്റംസ്. ഓപ്പറേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ലൈക്ക് സെയിൽസ്, ഇൻവെൻട്രി ഓർ കസ്റ്റമർ ട്രാൻസാക്ഷനൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഓപ്പറേഷൻ, ഒരു കടയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു കമ്പനിയുടെ മാത്രം ഓപ്പറേഷണൽ ഡേറ്റാബേസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ഡേറ്റാബേസസ് ലൈക്ക് സെയിൽസ്, ഇൻവെൻട്രി, കസ്റ്റമർ ട്രാൻസാക്ഷൻസിനെയൊക്കെയാണ് ഈ ഒരു വിഭാഗത്തിൽ പെടുത്തുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ റീറ്റെയിൽ സ്റ്റോഴ്സ് പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം, ഒരു കടയുടെ പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം, അല്ലെങ്കിൽ CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഡേറ്റാബേസ്, അതൊക്കെ ഓപ്പറേഷൻ ഡേറ്റാബേസിന് എക്സാമ്പിൾ. ഇനി എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ ഒബ്റ്റെയിൻ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ലൈക്ക് മാർക്കറ്റ് റിസർച്ച്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഓർ പബ്ലിക് ഡേറ്റാ സെറ്റ്സ്. പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി പുറത്തുനിന്ന് ഒരു ഡേറ്റ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെതർ ഡേറ്റ. ഓക്കെ, വെതർ ഡേറ്റ ഈസ് ആൻ എക്സ്റ്റേണൽ ഡേറ്റ. അതുപോലെ കോമ്പറ്റീറ്റർ പ്രൈസിങ് ഇൻഫർമേഷൻ, ഇതൊക്കെ എക്സ്റ്റേണലി എടുക്കുന്ന ഡേറ്റയാണ്. ഇനി ട്രാൻസാക്ഷണൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ലോഗ് റിയൽ ടൈം ട്രാൻസാക്ഷൻ ഡേറ്റ സച്ച് ആസ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഓർ ബാങ്കിങ് സിസ്റ്റംസ്. മെയിനായിട്ട് ട്രാൻസാക്ഷൻ ഡേറ്റാബേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സും ബാങ്കിങ് വെബ്സൈറ്റ്സും ഒക്കെയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഓൺലൈൻ ഓർഡേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ, ATM യൂസേജ് ലോഗ്സ് ഒക്കെയാണ്. അതുപോലെ UPI പ്ലാറ്റ്ഫോംസ് ഒക്കെയാണ് ട്രാൻസാക്ഷണൽ സിസ്റ്റംസിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഇവിടെ നിന്നെല്ലാമാണ് നമ്മൾക്ക് ഏത് വരുന്നത്, സോഴ്സ് ഡേറ്റ വരുന്നത്. ഇനി അടുത്ത ഒരു കമ്പോണൻറ്റ്, നമ്മുടെ ഡേറ്റ വെയർഹൗസിൻ്റെ അടുത്തൊരു കമ്പോണൻ്റാണ് ETL പ്രോസസ്സ്. ETL പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്റ്റ്, T ട്രാൻസ്ഫോം, ദെൻ ലോഡ്. ETL പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ്. അതായത് ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ഇൻ പ്രിപ്പയറിംഗ് ഡേറ്റ ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് ദ വെയർഹൗസ്. അതായത് വെയർഹൗസിൽ കയറുന്നതിന് മുൻപ് ഈ ഒരു 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡേറ്റ വെയർഹൗസിലേക്ക് റോ ഡേറ്റ എൻ്റർ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് എക്സ്ട്രാക്ടിങ് റോ ഡേറ്റ ഫ്രം സോഴ്സ് സിസ്റ്റംസ്, ട്രാൻസ്ഫോമിങ് ഇറ്റ് ഇൻ ടു എ യൂസബിൾ ഫോമാറ്റ് ആൻഡ് ലോഡിങ് ഇറ്റ് ഇൻ ടു ദ ഡേറ്റ വെയർഹൗസ്. അതിൽ ഓരോ സ്റ്റേജായിട്ട് എന്താണെന്ന് നോക്കാം. എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ റിട്രീവ്സ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ ഹെട്രോജീനസ് സോഴ്സസ്. മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്ന്, അതായത് റിലേഷൻ ഡേറ്റാബേസസ്, CSV ഫയൽസ്, APIs, ഇങ്ങനെ പലയിടത്തു നിന്നുള്ള ഹെട്രോജീനസ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് ഡേറ്റയെ റിട്രീവ് ചെയ്യുന്നതിനെയാണ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഹാൻഡിൽസ് ചലഞ്ചസ് ലൈക്ക് കണക്റ്റിംഗ് to various databases and extracting the right data. അതായത് ഈ ഒരു ഫേസിൽ പല ഡേറ്റാബേസിൽ നിന്നും റൈറ്റ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാക്ടിങ് സെയിൽസ് ഡേറ്റ ഫ്രം ERP സിസ്റ്റം ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്ക് ഫ്രം സോഷ്യൽ മീഡിയ. അതായത് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമുക്ക് എവിടെ നിന്നൊക്കെ ഡേറ്റ എടുക്കണോ അവിടെ നിന്നെല്ലാം പോയി ഡേറ്റയെ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് കേപ്പബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മേജർ ചലഞ്ച്. പല ഹെട്രോജീനസ് ആയിട്ടുള്ള പല ഡേറ്റാബേസിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള ഡേറ്റ എടുക്കുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റേജിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ ക്ലീനിങ്, ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ക്ലീൻസ് ആൻഡ് കൺവേർട്സ് ദ എക്സ്ട്രാക്റ്റഡ് ഡേറ്റ ഇൻ ടു എ കൺസിസ്റ്റൻറ്റ് ഫോമാറ്റ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. പ്രോസസ്സ് ഇൻക്ലൂഡ് ഫിൽറ്ററിങ്, ഡീഡ്യൂപ്ലിക്കേഷൻ,
അഗ്രിഗേഷൻ, നോർമലൈസേഷൻ ആൻഡ് അപ്ലൈയിങ് ബിസിനസ് റൂൾസ്. പല രീതിയിലുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ ഡേറ്റ ക്ലീനിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല സോഫ്റ്റ്വെയർസ് പല ഡേറ്റാബേസിൽ ഡേറ്റ് ഫോമാറ്റ് പല ഫോമാറ്റിലായിരിക്കും. അപ്പോൾ അതിനൊരു നമുക്ക് ആവശ്യമുള്ള ഫോമാറ്റിൽ അതായത് ഇപ്പോൾ ഇയർ, മന്ത്, ഡേറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക, അങ്ങനെ ഒരു കൺവേർഷൻ നടത്തുക എന്ന് പറയുന്നത് ട്രാൻസ്ഫോം എന്ന് പറയുന്ന സ്റ്റേജിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് മൂവ്സ് ദ ട്രാൻസ്ഫോംഡ് ഡേറ്റ ഇൻ ടു ദ ഡേറ്റാബേസ്. സോ നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തു, ദെൻ ട്രാൻസ്ഫോം ചെയ്തു, ഇനി ലോഡ് ചെയ്യുക. എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം, ലോഡ്. എങ്ങോട്ട് ലോഡ് ചെയ്യുന്നു? നമ്മുടെ ഡേറ്റാ വെയർഹൗസിലേക്ക് ലോഡ് ചെയ്യുന്നു. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ലോഡ് ചെയ്യാം. ഒന്നുകിൽ ഫുൾ ലോഡ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ ലോഡ്. ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ വൺ ഗോ എന്ന് പറയുന്ന രീതിയിൽ ഒറ്റ തവണയായിട്ട് നമ്മൾ ഫുൾ ആ ഒരു ഡേറ്റാ സെറ്റിന് അപ്ലോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫുൾ ലോഡ് എന്ന് പറയുന്നത്. ഇൻക്രിമെൻ്റൽ ലോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ഡേറ്റ ലോഡ് ചെയ്യുന്നു, പിന്നെ കുറേ കഴിയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് അതിൻ്റെ ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ ഡെയിലി അവരുടെ ആ കടയിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം ഇൻക്രിമെൻ്റലി കയറി പോകണം. ഓക്കെ, അപ്പം ഇത്ര ദിവസത്തെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ അവിടെ കാണും, അതിൻ്റെ കൂടെ തന്നെ ഡേ ബൈ ഡേ ഉള്ള കണക്കുകളും കയറിപ്പോകുന്നു. അങ്ങനെ അതിനെ നമ്മൾ ഇൻക്രിമെൻ്റൽ ലോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെയിലി ഇൻക്രിമെൻ്റ് അപ്ഡേറ്റ്സ് ടു സെയിൽസ് റെക്കോർഡ്, അതാണ് എക്സാമ്പിൾ. സോ ദീസ് ആർ ദ 3 പ്രോസസ് ദാറ്റ് വി നീഡ് ടു ഡു ഇൻസൈഡ് ദ ഡേറ്റ വെയർ ഹൗസ്. സോ ആദ്യം എക്സ്ട്രാക്ട് ചെയ്യണം, ദെൻ ട്രാൻസ്ഫോം ചെയ്യണം, ദെൻ ലോഡ് ചെയ്യണം. ഇനി അടുത്ത ഒരു കമ്പോണൻറ്റ് ഡേറ്റ വെയർ ഹൗസിലെ മറ്റൊരു കമ്പോണൻ്റാണ്, മേജറായിട്ടുള്ള കമ്പോണൻ്റ് ഇതാണ്, ഡേറ്റ സ്റ്റോറേജ്. ഡേറ്റ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? A data warehouse uses centralized storage to house integrated, subject-oriented and historical data that supports analysis and reporting. സ്റ്റോറേജ്, ആ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിനെയാണ് നമ്മൾ ഡേറ്റ സ്റ്റോറേജ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററിയാണ്. അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററിയാണ്. കൺസോളിഡേറ്റ്സ് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ഇൻ ടു എ യൂണിഫൈഡ് ഡേറ്റാബേസ്. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് ഒരു ഡേറ്റാബേസിലേക്ക്, അതായത് പല സോഴ്സസിൽ നിന്ന് എടുത്ത് ഒരൊറ്റ റെപ്പോസിറ്ററി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററിയാണ്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ സ്റ്റോർസ് ഡേറ്റ ഓവർ ടൈം ടു എനേബിൾ ട്രെൻഡ് അനാലിസിസ് ആൻഡ് കമ്പാരിസൺസ്. അതായത് സെയിൽസ് ഡേറ്റ ഫോർ ദ പാസ്റ്റ് ഇയേഴ്സ് 5 years സ്റ്റോർഡ് അലോങ് സൈഡ് കറണ്ട് സെയിൽസ് ഡേറ്റ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 വർഷത്തെ പ്രീവിയസ് സെയിൽസും കാണും, അതിൻ്റെ കൂടെ ഡേ ബൈ ഡേ ആയിട്ടുള്ള ഇൻക്രിമെൻ്റൽ ഡേറ്റയും ഇതിൽ കയറി പോകും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റയുണ്ട്, കറണ്ട് ഡേറ്റയുണ്ട്. ഇനി ഒപ്റ്റിമൈസ്ഡ് ഫോർ ക്വറി പെർഫോമൻസ്, അതായത് ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് ക്വറിയിങ് ആൻഡ് അനാലിസിസ് ഓഫൻ യൂസിങ് ഇൻഡെക്സിങ്, പാർട്ടീഷനിങ് ആൻഡ് കംപ്രഷൻ. ഏത് ഡേറ്റ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ ഏത് രീതിയിൽ, അതായത് ഇപ്പം 3 വർഷം മുന്നേ ഉള്ള ഒരു ഡേറ്റ എടുക്കണമെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ക്വറി ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സിങ്ങും പാർട്ടീഷനിങ്ങും കംപ്രഷനും എല്ലാ ടെക്നിക്സും യൂസ് ചെയ്താണ് നമ്മുടെ ക്വറിയിങ്ങും അനാലിസിസും എല്ലാം അവിടെ പോസിബിളായിട്ട് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ റീറ്റെയിൽ ചെയിൻ സ്റ്റോർസ് ഡെയിലി സെയിൽസ് ഡേറ്റ ഫ്രം ഓൾ ബ്രാഞ്ചസ് ഫോർ ദ ലാസ്റ്റ് ഡിക്കേഡ് എനേബിളിംഗ് ഇയർ ഓവർ ഇയർ പെർഫോമൻസ് അനാലിസിസ്. ഓരോ വർഷത്തെയും പെർഫോമൻസ് അനാലിസിസ് നോക്കാൻ വേണ്ടി എല്ലാ പ്രീവിയസ് ഇയേഴ്സിൻ്റെ എല്ലാ ഡേറ്റയും ഇതിൽ സേവ്ഡായി പോകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഒലാപ്പ് എന്ന് പറയും. ഒലാപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസ്സിങ്. ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസ്സിങ്, അവിടെയാണ് ശരിക്കും നമ്മുടെ ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഡേറ്റ മൈനിങ് പ്രോസസ്സ് നടക്കുന്ന ഡേറ്റ വെയർ ഹൗസിൽ മെയിനായിട്ടുള്ള ടൂൾസ് എല്ലാം കിടക്കുന്നത് എവിടെയാണ്? ഓലാപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റിനകത്ത്. ഓലാപ്പ് ടൂൾസ് എനേബിൾ മൾട്ടി ഡയമെൻഷണൽ അനാലിസിസ് ഓഫ് ഡേറ്റ, അലോയിങ് യൂസേഴ്സ് ടു ഡ്രിൽ ഡൗൺ, സ്ലൈസ് ആൻഡ് ഡൈസ് ഡേറ്റ ഫോർ ഡീപ്പർ ഇൻസൈറ്റ്സ്. അവിടെയാണ് നമ്മുടെ ഡേറ്റയെ ആവശ്യമുള്ള ഡേറ്റ എടുത്ത്
സ്ലൈസ് ചെയ്ത് ഡൈസ് ചെയ്ത് ഡീപ്പർ ഇൻസൈറ്റ്സ് കിട്ടുന്ന പാകത്തിലേക്ക് നമ്മൾ ഡേറ്റയെ ആക്കിയെടുക്കുന്നതിനുള്ള എല്ലാ ടൂൾസും എവിടെയാണ് കിടക്കുന്നത്? ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന OLAP എന്ന് പറയുന്ന കമ്പോണൻറ്റിലാണ് കിടക്കുന്നത്. അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ അനാലിസിസ്, ഓപ്പറേഷൻസ് ആൻഡ് റിയൽ ടൈം ഇൻസൈറ്റ്സ് ആണ്. മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയെ നമുക്കിവിടെ ക്യൂബ്സ്, അതായത് ഡേറ്റ ക്യൂബ്സ് വിത്ത് ഡയമെൻഷൻസ് ലൈക്ക് ടൈം, ലൊക്കേഷൻ, പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ക്യൂബായിട്ട് ഒരു 3 ഡയമെൻഷണൽ ലൈക്ക് 4 എത്ര ഡയമെൻഷണൽ ഡേറ്റ ആക്കി വേണമെങ്കിലും നമുക്കവിടെ ഡേറ്റയെ മാറ്റാൻ കഴിയും. അതിനെയാണ് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുന്നത്. ഡേറ്റയെ നമുക്ക് എത്ര ഡയമെൻഷണൽ ഓഫ് ഡേറ്റ ആക്കി വേണമെങ്കിലും മാറ്റാൻ പറ്റും. അതിൻ്റെ ടൈമിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ ബേസിൽ, പ്രൊഡക്റ്റിൻ്റെ ബേസിൽ ഓരോന്നാക്കി നമുക്ക് മാറ്റാൻ കഴിയും. എക്സാമ്പിൾ പറഞ്ഞാൽ അനലൈസിങ് മന്ത്ലി സെയിൽസ് ബൈ റീജിയൻ ആൻഡ് പ്രൊഡക്റ്റ് കാറ്റഗറി. ഒരു മാസത്തെ ആ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അനാലിസിസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മൾട്ടി ഡയമെൻഷണലായി. ആ ഒരു മൾട്ടി ഡയമെൻഷണൽ രീതിയിൽ നമുക്കവിടെ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്ത് അനലൈസ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നതിനെയാണ് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേജറായിട്ട് ചെയ്യുന്നത് ഡ്രിൽ ഡൗണ്, റോൾ അപ്പ്, സ്ലൈസ് ഡൈസ് ആണ്. ഡ്രിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചിനെയാണ് ഡ്രിൽ ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ച് അതായത് എക്സ്പ്ലോറിങ് ഡീറ്റെയിൽഡ് ഡേറ്റ ഫ്രം എ സമ്മറൈസ്ഡ് ലെവൽ. ടോപ്പ് ഡൗൺ ആകുമ്പോൾ ഏറ്റവും സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആ സമ്മറൈസ്ഡ് ഡേറ്റയിൽ നിന്ന് നമ്മൾ ടോപ്പ് ഡൗണിലേക്ക് ഡീപ്പറായിട്ട് ഇറങ്ങിച്ചെന്ന് താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഡീറ്റെയിൽഡ് ഡേറ്റ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രിൽ ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ആനുവൽ സെയിൽസിൽ നിന്ന് നമ്മൾ മന്ത്ലി സെയിൽസ് ഫിഗേഴ്സിന് എടുക്കുന്നത് ഒരു എക്സാമ്പിളാണ്. ഇനി തിരിച്ച് റോളപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ബോട്ടം അപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. അതായത് സമ്മറൈസിങ് ഡീറ്റെയിൽഡ് ഡേറ്റ. ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ഡേറ്റയെ കാണത്തുള്ളൂ. ഡീറ്റെയിൽഡ് ഡേറ്റയെ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് ആനുവൽ ഡേറ്റ എടുക്കുന്നു. അതായത് അഗ്രിഗേറ്റിംഗ് ഡെയിലി സെയിൽസ് ടു ഗെറ്റ് ക്വാർട്ടർലി പെർഫോമൻസ്. ഡെയിലി ഉള്ള സെയിൽസ് ഡേറ്റ ഉണ്ട്, അതിൽ നിന്ന് ഒരു ക്വാർട്ടർലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ആ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് സ്ലൈസ് ആൻഡ് ഡൈസ്. അതായത് ഫിൽറ്ററിങ് ആൻഡ് വ്യൂയിങ് ഡേറ്റ ഫ്രം ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്. കുറച്ച് ഡേറ്റ എടുക്കുന്നു, അതിന് പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് സ്ലൈസ് ആൻഡ് ഡൈസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ വ്യൂയിങ് സെയിൽസ് ഡേറ്റ ഫോർ എ സ്പെസിഫിക് റീജിയൻ ഇൻ എ സ്പെസിഫിക് മന്ത്. ചില റീജിയനിൽ ചില മാസങ്ങളിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നത്. ആ ഒരു മെത്തേഡിനെയാണ് സ്ലൈസ് ആൻഡ് ഡൈസ്. ഏത് അപ്രോച്ച് വേണമെങ്കിലും നമുക്ക് OLAPൽ ചെയ്യാൻ കഴിയും. അതായത് ഡ്രിൽ ഡൗൺ ആണെങ്കിലും റോളപ്പ് ആണെങ്കിലും സ്ലൈസ് ആൻഡ് ഡൈസ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് റിയൽ ടൈം ഇൻസൈറ്റ്സ് ആണ്. നമുക്ക് ഫാസ്റ്റ് ക്വറിയിങ് കേപ്പബിലിറ്റീസ് മേക്ക് OLAP സ്യൂട്ടബിൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്വറി കൊടുത്താൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് OLAP പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ പ്രസൻറ്റേഷനാണ്. അതായത് നമ്മൾ ഈ OLAPൽ നിന്ന് ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഡിസിഷൻ മേക്കേഴ്സിന് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റിന് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിനെയാണ് ഡേറ്റ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് ചിലപ്പോൾ ഡാഷ്ബോർഡ് വഴിയായിരിക്കും. ഇൻട്രാക്റ്റീവ് വിഷ്വൽ ടൂൾസ് ദാറ്റ് പ്രൊവൈഡ് അറ്റ് എ ഗ്ലാൻസ് വ്യൂസ് ഓഫ് മെട്രിക്സ് ആൻഡ് KPIs എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഒരു വിഷ്വൽ ടൂൾ ഉപയോഗിച്ച് ഒരു ഒറ്റ വ്യൂവിൽ മെട്രിക്സും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരൊറ്റ ഡാഷ്ബോർഡ്. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് എന്ന് ചിന്തിച്ചാൽ മതി. ആ ഒരു ഡാഷ്ബോർഡ് കാണുമ്പം ആ ഒരു പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എത്രത്തോളം ആ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്തു എന്നെല്ലാം വളരെ വേഗം മനസ്സിലാകുന്ന ആ ഒരു പ്രസൻറ്റേഷൻ മെത്തേഡിനെയാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എ സെയിൽസ് ഡാഷ്ബോർഡ് ഷോയിങ് റിയൽ ടൈം പെർഫോമൻസ് ബൈ റീജിയൻ, പ്രൊഡക്റ്റ് ആൻഡ് ടൈം. ഇനി അടുത്തത് മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് ആണ്. സമ്മറൈസ്ഡ് സ്പെസിഫിക് ഡേറ്റ പോയിൻറ്റ്സ് ഒരു റിപ്പോർട്ടായിട്ട് എഴുതി ഉണ്ടാക്കി കിട്ടുന്നത്
അനദർ മെത്തേഡാണ്. മന്ത്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ വീക്ക്ലി സെയിൽസ് പെർഫോമൻസ് റിപ്പോർട്ട്സ്. എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ബാങ്കിൽ ചെന്നാൽ മന്ത്ലി ട്രാൻസാക്ഷൻ്റെ ഒരു ലിസ്റ്റ് തരുന്നു. ആ കൈൻഡ് ഓഫ് റിപ്പോർട്ടിനെയാണ്, അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെയൊക്കെ ഡേറ്റ കിട്ടുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടെന്ന് പറയുന്നത്. ഇനി അടുത്തത് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ട് വഴിയോ പൈ ചാർട്ട് വഴിയോ ഹീറ്റ് മാപ്പ് വഴിയോ സ്കാറ്റർ പ്ലോട്ട്സ് വഴിയോ ഒക്കെ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലൈൻ ചാർട്ട് ഷോയിങ് ദ ഗ്രോത്ത് ഓഫ് കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ്സ് ഓവർ ടൈം. ഒരു സമയത്തിനനുസരിച്ച് കസ്റ്റമർ റിട്ടൻഷൻ എങ്ങനെയുണ്ട് എന്നൊരു ലൈൻ ചാർട്ട് വഴി കാണിക്കുന്നത്, അത് ഒരു വിഷ്വലൈസേഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ഫ്ലോ ഓഫ് കമ്പോണൻസിൻ്റെ ഡേറ്റ വെയർഹൗസ് എങ്ങനെയാണ്. സോഴ്സ് ഡേറ്റ, ETL പ്രോസസ്, എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോം, ലോഡ്, പ്രോസസ്സ്, ദെൻ ഡേറ്റ സ്റ്റോറേജ്, OLAP, data presentation. This flow ensures the raw data is collected, cleaned, transformed, stored and presented in an insightful and accessible way to facilitate better decision making. Okay. ഇനി എന്താണ് ഡേറ്റ വെയർഹൗസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തന്നെ കൺസോളിഡേറ്റഡ് ഡേറ്റയാണ്. മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സിൽ നിന്ന് ആണ് നമ്മൾ ഡേറ്റ എടുക്കുന്നതെങ്കിലും നമുക്കൊരു യൂണിഫൈഡ് വ്യൂവിൽ നമുക്കതിനെ കൺസോളിഡേറ്റ് ചെയ്തൊരു ഡേറ്റ ആയിട്ട് കാണാൻ കഴിയും. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡേറ്റ എലോങ് വിത്ത് ദ ഇൻക്രിമെൻ്റൽ ഡേറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. പിന്നെ ക്വറി പെർഫോമൻസ് കൂടുതലാണ്. ഒപ്റ്റിമൈസ്ഡ് ഫോർ റീഡ് ഹെവി വർക്ക് ലോഡ്സ്. പെട്ടെന്ന് തന്നെ നമുക്ക് റീഡ് ചെയ്ത് ഡേറ്റ എടുക്കാൻ കഴിയും. ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ബിസിനസ് ഇൻ്റലിജൻസിനും അനലിറ്റിക്സിനും റിപ്പോർട്ടിങ്ങിനും എല്ലാം നമ്മൾ ഡേറ്റ വെയർഹൗസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് ട്രാൻസാക്ഷൻ ഡേറ്റാബേസ്. ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന ഡേറ്റാബേസിനെയാണ് ട്രാൻസാക്ഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. നമ്മൾ റിയൽ ടൈം ആയിട്ടുള്ള ഇപ്പം ഒരു ബാങ്കിങ്ങിൻ്റെ ഡേറ്റാബേസും എന്നെയാണ് നമ്മൾ റിയൽ ടൈം ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഡേറ്റാബേസ് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ്, നമ്മുടെ CRUD ഓപ്പറേഷൻസ് എല്ലാം പറ്റും. അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഈ ഓപ്പറേഷൻസ് എല്ലാം നമുക്കവിടെ ചെയ്യാൻ കഴിയും. ആസറ്റ് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ആസറ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. നിങ്ങൾ DBMSൽ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ഡേറ്റാബേസിൻ്റെ ഫീച്ചേഴ്സ്. ആസിഡ് പ്രോപ്പർട്ടീസ്, അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിങ് സിസ്റ്റം, കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെയാണ് നമ്മുടെ ട്രാൻസാക്ഷണൽ ഡേറ്റാബേസിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷണൽ ഡേറ്റാബേസും ഡേറ്റ വെയർഹൗസും തമ്മിലുള്ളൊരു കമ്പാരിസൺ നമ്മൾ നടത്തി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ തന്നെ പർപ്പസ് ഓഫ് ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് എന്താണ്? ഹാൻഡിൽസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. നമ്മൾ സാധാരണ ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡേറ്റ വെയർഹൗസ് എന്താണ്? അങ്ങനെ ഡേ ടു ഡേ ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ സപ്പോർട്ട് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അവിടെ ഒരു അനാലിസിസും ഡിസിഷൻ മേക്കിങ്ങിലോട്ടും കൂടെ നമ്മൾ എത്തിക്കുന്നു. ഇവിടെ ഡേറ്റ വെയർഹൗസ്. ട്രാൻസാക്ഷൻ ഡേറ്റാബേസിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ നമ്മൾ ഡേറ്റ വെയർഹൗസിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു അനലൈസ് ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇനി ഏതൊക്കെ ഡേറ്റ ടൈപ്പാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഡേറ്റാബേസിൽ ഹാൻഡിൽ ചെയ്യുന്നത്? കറണ്ട്, റിയൽ ടൈം, ട്രാൻസാക്ഷണൽ ഡേറ്റയാണ്. പക്ഷേ ഡേറ്റ വെയർഹൗസ് എന്താണ്? ഹിസ്റ്റോറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ സമ്മറൈസ്ഡ് ഡേറ്റ ആയിരിക്കും അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് ട്രാൻസാക്ഷണൽ ഡേറ്റാബേസിൽ? നമ്മുടെ CRUD ഓപ്പറേഷൻസ് എല്ലാം ആയിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഡേറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ റീഡ് ഇൻറ്റൻസീവ് അനാലിസിസ് ആണ്. മേജറായിട്ട് അനാലിസിസ്, അനലൈസ് ചെയ്ത് റീഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഡേറ്റ വെയർഹൗസിൽ ചെയ്യുന്നത്. ദെൻ യൂസേഴ്സ്, ട്രാൻസാക്ഷണൽ ഡേറ്റാബേസിൻ്റെ യൂസേഴ്സ് ആ ഒരു പർട്ടിക്കുലർ കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ബാങ്കിങ്ങിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ സ്റ്റാഫ് മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഡേറ്റ വെയർഹൗസ് ആണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ആരൊക്കെയാണോ ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത് അവരെല്ലാം ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ഡേറ്റ അനലിസ്റ്റ് ആയിരിക്കും ആ ഒരു ഡേറ്റ വെയർഹൗസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ഇന്ന്
നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാം ഒന്നുകൂടെ പറയാം. ഏതൊക്കെയാണ് ഡേറ്റ മൈനിങ് എന്താണെന്നും KDDയുടെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നും ദെൻ ഡേറ്റ വെയർഹൗസ് എന്താണെന്നും അതിൻ്റെ കമ്പോണൻസ് എന്താണെന്നും ട്രാൻസാക്ഷണൽ ഡേറ്റാബേസ് ഡേറ്റ വെയർഹൗസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുമാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. താങ്ക് യു.